ബസ്സിൻ്റെ ബാക്കിൽ നിന്ന് പൊട്ടിക്കലായിട്ടൊരു നോക്കിയതാണ്. ഹേ ഗായ്സ്, ബേക്ക് ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബേക്ക് വെല്ലാണ്. ഇവിടെ വന്നതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ഒരെണ്ണമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന കുറച്ച് വാഹനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ചെറിയ വീഡിയോ ആവാനാണ് സാധ്യത. നമ്മൾ ബസ് വരാനുള്ള ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കാണുന്ന മോഡലുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ ഫേവറേറ്റ് വാഹനങ്ങൾ ഏതെങ്കിലും ഇതിൽ വരികയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു പാർക്കിങ്ങിൻ്റെ കൂടെ അപ്പുറത്തെ റോഡ് കടക്കാനായിട്ട് പോവുകയാണ്. വോക്സ്വാഗൻ്റെ ഒക്കെ ഗോൾഫ്, BMW, ഫിയറ്റ് 500, 3 സീരീസ്, A4, ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഡോഗ് ബ്രീഡ്സും ഉണ്ട്. ഒരു ഫോർഡിൻ്റെ ഒരു വാഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ വെയിൽ വന്നിട്ടുണ്ട്. വെയിലിന് നല്ല ചൂടും ഉണ്ട് കേട്ടോ. കുറച്ച് മുന്നേ ഒന്നും ഇത്ര ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ സെക്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ട് എടുത്താൽ ഒക്ടാവിയ എടുക്കുന്നത്. ഹോണ്ടയുടെ ഡ്യൂക്സ്, കുറേ വണ്ടികളുണ്ട്. ഇതേ കാക്കൂട്ടം, കാക്ക റേവൻറ്റ്, അങ്ങനെയാണ് ഇവിടെ. ഫോർഡ് ഫിഗോ പോലത്തെ ഒരു മോഡൽ, ഒരു മോഡൽ, അതായത് മിറാജ്, അതാ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മോഡൽ. അതിൻ്റെ ബാക്ക് സൈഡൊക്കെ നമ്മുടെ ഫോർഡ് ഫിഗോൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നില്ലേ, ആ ഒരു ലുക്ക് അതിൽ. ഇതേ കിടക്കണ ഒരു മസ്താ ബ്ലൂ കളർ, കുറച്ച് പഴയ മോഡലാണ്. ഞാനിന്ന് എടുത്തത് കാണിച്ച അപ്പുറത്തൊരു കാറ് വരുന്നില്ല. അയ്യോ കണ്ട, ഇത്ര നേരം വെയിലായിരുന്നു, അതാ മഴക്കാറ്. ഇതേ വരുന്നത്, അതാ കിടക്കണ മസ്താ. ഹോണ്ടയുടെ പുതിയ CR അതാവും. പിന്നെ ഇവിടേക്ക് നല്ല വ്യൂ ആണ്. നിങ്ങളിവിടെ ഷെഫീൽഡിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരു BMW അതാവും, 3 ഡോർ, നല്ല കളർ. ഏതായാലും അവ അവിടെ നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത സ്പോട്ട് നോക്കി പോകണം. ആ പോണ ലൈറ്റ് അവിടെ ഒരു പള്ളിയാന്ന് തോന്നുന്നുണ്ട്. വാക്കൊക്കെ കിയ സ്റ്റോണിക്, കൈഗറിൻ്റെ അത്ര വലിപ്പമുള്ളൂ. ഈ കൈഗർ പേര് മാറ്റി ഇറക്കിയതാണോ എന്ന് അറിയില്ല. അങ്ങനെ ഒരു സാധനം ഇപ്പം പോകും. പിന്നെ അതാ നിറയെ നായക്കളവിടെ. അങ്ങനെ ഇറങ്ങി ചെല്ലണം. അവിടെ തന്നെ കുറച്ച് നിൽക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരു പൂടിലും പിന്നെ കോക്കോ സ്പാനിയൽ. രണ്ട് സൈഡിലും പഴയ കെട്ടിടങ്ങൾ. ആ പോയി ഫോർഡിൻ്റെ ഒരു റേഞ്ചർ. ഇവിടെ ആൾക്കാർ പുറമെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഇതാ വേറൊരു പാർക്കിംഗ് ഏരിയ. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് തോന്നുന്നത്. ഞാൻ ബസ്സിൻ്റെ ബാക്കിൽ നിന്ന് പൊട്ടിക്കലായിട്ടൊരു നോക്കിയതാണ്.
നമ്മളെ കണ്ടപ്പോൾ ഒന്നുകൂടി ത്രോട്ടിൽ കൊടുത്തു. ഹോണ്ടയുടെ ഒരു മോഡൽ നമ്മുടെ CB ഷൈൻ ഡ്രീം യുഗ, അങ്ങനെ ഡ്രീം യുഗ ഹോണ്ടയുടെ തന്നെയല്ലേ? ഏതാണ്ട് അതേ ഒരു ഡിസൈനിൽ. അതിൻ്റെ പേര് CB 125R. ചെറിയ ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടി. ഏകദേശം ശബ്ദവും നമ്മളെ ഡ്രീം CB ആ ഒരു വണ്ടിയുള്ള പോലെ തന്നെ. BMW ഒരു മോഡൽ, പേരറിയില്ല, അറിയണവർ കമൻറ്റ് ചെയ്യാം. താങ്ക് യു. ഒരു BMW ഒരു മോഡൽ പോയിട്ട് പേര് അറിയണവർ കമൻറ്റ് ചെയ്യട്ടാ. എടുക്കണത് ഹൈലക്സ്. ഇതാണ് ഇതിൻ്റെ വേറൊരു സൈഡ്. അതാ അവിടെ കിട്ടെ. ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പോയേക്കായിരുന്നു. കിയ EV6. അവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പ്. ഇവിടെയാണ് നമുക്ക് പോകാനുള്ള ബസ്. 2:40 ബസ്. ഇപ്പോൾ ഇവിടെ 3:40 ബസ്. ഇപ്പോൾ ഇവിടെ 3:30. 10 മിനിറ്റ് എന്തായാലും നമ്മൾ വിടാം. എൻ്റെ ബാക്കിൽ ചെറിയൊരു കാടുണ്ട്. ബസ് വരുന്ന ടൈം കൊണ്ട് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കാം. നമ്മൾ വന്നപ്പോൾ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഷോർട്ട്സ് ആയിട്ട് വരിക. ഒരു നീല പോളോ അതാ പോവാ. വോക്സ്വാഗൻ ഇന്ത്യയിൽ നിന്ന് പോവാന്നൊക്കെ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. അങ്ങനെ ഒരു വാർത്ത കേട്ടു. നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. സ്കോഡ നമ്മുടെ അവിടെ സക്സസ് ആവാതെ പോയൊരു മോഡലാണ്. ബസ് കുറച്ച് ലേറ്റ് ആവുമെന്നൊരു സംശയം. പറഞ്ഞ സമയത്തേക്ക് കാണാനില്ലല്ലോ. ബസ് കാണാനില്ല. എന്താ പഴയ മോഡൽ ഡിഫൻഡർ, പണ്ടത്തെ ഡിഫൻഡർ. ക്യാഷ് കൈനിസാണ്ട് കുറച്ച് ബൈക്സ് വരാനുണ്ടോ എന്നൊരു സംശയം. നല്ല ശബ്ദം ഇവിടെ പോകുന്നു. ഡ്യൂക്ക് പറഞ്ഞ പോയി KTM ഏതോ അങ്ങനെ അതങ്ങനെ പോയി. അവിടെ നിന്നൊരു പോളോ വരുന്നുണ്ട്. പിന്നെ ഒരു XC90 ഇതാവും. XC90 അതാവുമ്പോൾ നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഇതവിടെ പണ്ടത്തെ ഇസാൻ്റെ ജൂക്ക് പോയി ഒരു പണ്ടത്തില്ല ഒരു ബസ് വരുന്നുണ്ട്. റോഡ് ക്രോസ് ചെയ്ത് വരുന്ന ഒരു ലാബ്രഡോർ ഡ്രൈവർ, കൂടെ കുറച്ച് മച്ചന്മാർ. അവിടെ നോക്കിയാൽ നമുക്ക്